നമസ്കാരം, കേരള നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അൻസാർ ബുസ്താൻ. വളാഞ്ചേരിയിൽ ആദ്യമായി നടക്കാവിൽ ഹോസ്പിറ്റലിൽ നിർമ്മിച്ച ഓക്സിജൻ പ്ലാന്റിന്റെ ഉദ്ഘാടനം വളാഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ നിർവഹിച്ചു. പ്രമുഖ വ്യവസായിയായ KR ബാലൻ പരിപാടിയിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. IMA വളാഞ്ചേരി ബ്രാഞ്ച് പ്രസിഡന്റും നടക്കാവിൽ ഹോസ്പിറ്റൽ MDയും CMOയുമായ ഡോക്ടർ മുഹമ്മദ് അലി N അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വളാഞ്ചേരി മുനിസിപ്പാലിറ്റി വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ്, പ്രഭാകരൻ ചെഗുവേര, സാലിഹ് ചെഗുവേര, KR ഗ്രൂപ്പ് അംഗം രാജു, PCI ഓക്സിജൻ പ്ലാന്റ് എഞ്ചിനീയർ സുദിൻ എന്നിവർ പങ്കെടുത്തു. ഡോക്ടർ മുഹമ്മദ് റിയാസ് KT സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ഫാർമസി ഇൻചാർജ് ഖമർ ഹുസൈൻ നന്ദിയും രേഖപ്പെടുത്തി. സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരവും അഭിമാനകരമായ ഒരു നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വളാഞ്ചേരിയിൽ ആദ്യമായിട്ട് തന്നെ മലപ്പുറം ജില്ലയിൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഒരു 4ാമത്തെ സ്റ്റേഷനാണെന്ന് കരുതുന്നു. ആ രീതിയിൽ ഓക്സിജൻ ഒരു പ്ലാൻ സുസജ്ജമായി 24 മണിക്കൂറും നിരന്തരമായി ഇടതടവില്ലാതെ നമുക്ക് ഓക്സിജൻ ലഭിക്കുന്ന ഒരു സംവിധാനം വരുന്ന ഒരു മഹനീയ ഘട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഒത്തൊരുമിച്ചിട്ടുള്ളത്. ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് എമർജൻസി മേഖലയിൽ ഇന്ന് 100% എടുക്കേണ്ടത് 60% കേസുകളിലും ഓക്സിജന്റെ ലഭ്യത അനിവാര്യമാണ്. പുതിയ കണക്ക് പ്രകാരം അല്ലെങ്കിൽ പുതിയ പഠനങ്ങളൊക്കെ പറയുന്നത് ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് വരെ നമ്മൾ നെബുലൈസേഷൻ ഒക്കെ ചെയ്യുമ്പോൾ അത് ഓക്സിജൻ കൂട്ടി ചെയ്യണമെന്നാവും. ആ രൂപത്തിൽ നമ്മുടെ ഓക്സിജന്റെ ലഭ്യത അത്യാവശ്യമായിട്ട് നമ്മുടെ വൈദ്യുതി പോലെ ആരോഗ്യ മേഖലകൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് മാനേജ്മെന്റ് ഈ രീതികളിലൊക്കെ ഒരു ചിന്തിക്കുകയും ഘട്ടം ഘട്ടമായി ഇതിലേക്ക് ഇന്ന് ഈ സായാഹ്നത്തിൽ എത്തിച്ചേരും. ഇവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ഈ ഓക്സിജൻ പ്ലാന്റ് നമ്മള് വളരെയധികം സന്തോഷത്തോടെയാണ് ഇന്ന് ഈ നാടിന് സമർപ്പിക്കുന്നത്. നമ്മളിതിന്റെ ഒരു ആവശ്യകത ഏറ്റവും കൂടുതൽ അനുഭവപ്പെട്ടത് ഡോക്ടർ റിയാസ് പറഞ്ഞ പോലെ തന്നെ കോവിഡ് സമയത്തായിരുന്നു. നമ്മൾ ശരിക്കും ഓക്സിജൻ ഇനി എത്ര ദിവസത്തേക്ക് ഉണ്ടാവും അല്ലെങ്കിൽ എത്ര സിലിണ്ടർ ഉണ്ട്, ചുരുങ്ങിയതൊരു 10 എപ്പോഴും ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം ആരോഗ്യ രംഗത്ത് നമ്മൾ കുറച്ചു കാലങ്ങൾക്ക് മുമ്പൊക്കെ ഇവിടുന്ന് അടിസ്ഥാനപരമായിട്ടുള്ള മറ്റു സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ മറ്റു പ്രദേശങ്ങളെ ആശ്രയിക്കേണ്ട സ്ഥിതിവിശേഷമുണ്ട്. വൈദ്യ രംഗത്ത് ചികിത്സ കിട്ടാതെ അല്ലെങ്കിൽ ചികിത്സ കിട്ടാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും അത് കിട്ടാത്ത രീതിയിലുള്ള മെഷീനറികൾ അല്ലെങ്കിൽ എക്യുപ്മെന്റുകൾ ഇല്ലാത്ത സാഹചര്യത്തിനുള്ള ജീവൻ നഷ്ടപ്പെടുന്നത് ഇത്തരം പ്രവർത്തനങ്ങളോടൊക്കെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. കിട്ടുന്നത് സോളാറാണ്. ഇവിടെ നമ്മുടെ ജീവൻ നൽകുന്ന ഓക്സിജനാണ്. ഇത് രണ്ടും ഇതിലൊരു മാസം 8 ലക്ഷം പെടുന്നത് സുമാർ എനിക്കറിയാം. വെള്ളക്കൊപ്പം ഞാനിവിടെ എടുത്ത് പറയുന്നത് നമ്മുടെ നാട്ടിൽ നിന്നും കോയമ്പത്തൂരിൽ വരുന്ന കുറെ മനുഷ്യരുണ്ട് രോഗം കൊണ്ട്. ഞാൻ എന്റെ അച്ഛനെ 94 വയസ്സിൽ തൊണ്ടിരുന്ന എന്റെ ഈ ഹോസ്പിറ്റലാണ് അച്ഛൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കുട്ടിക്കാലത്തെ എല്ലാം കൊടുക്കും. ഞാൻ അച്ഛനെ പറഞ്ഞില്ലായി, നിങ്ങൾ പുറത്തു പോയാൽ ഒന്നും പുറത്ത് പറയാൻ കഴിയില്ല. ഇവിടെ അവിടെ തെരഞ്ഞെടുപ്പിന് ഐശ്വര്യ കിട്ടി സാമ്പത്തിക ആളുകളെ അനുഭവിച്ചാണ് അവിടുത്തെ തീരുമാനം. എനിക്കറിയാം നമ്മുടെ നാട്ടുകാരെ മാത്രമല്ല എല്ലാ നാട്ടുകാർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. ചില പ്രത്യേക വ്യക്തി വൈരാഗ്യത്തിന്റെ മുകളിൽ ഈ ആശുപത്രിക്കെതിരെ ഒരു വലിയ ആക്രമണം വെച്ചുവിടുകയുണ്ടായി. അഭിമാനപൂർവ്വം ഞാൻ പറയുന്നു, അന്ന് ഞാൻ പ്രതികരിക്കുന്ന സംഘടനയുമാണ് ഈ ആശുപത്രിയുടെ ഭദ്രതയും ചേർത്ത് പിടിച്ചതെന്ന് പറയുന്നതിൽ എനിക്ക് അതിയായ അഭിമാനമുണ്ട്. ഇനിയും അത്തരത്തിൽ ഇത് നമ്മുടെ ഒരു ആശുപത്രിയാണ്. അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ ഒരുപാട് വർഷക്കാലമായി കൊണ്ട് ആശുപത്രി MDയും നിലകൊള്ളുന്നു, പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്നു എന്നുള്ളതിൽ അതിയായ അഭിമാനമുണ്ടെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നിവിടെ നടന്നിട്ടുള്ള ഈ ഓക്സിജൻ ഉൽപാദന കേന്ദ്രത്തിന്റെ സെന്ററിന്റെ ഉദ്ഘാടനം നമുക്ക് ഏവർക്കും വലിയ സന്തോഷം. ദിവസം മുന്നോട്ട് പോകുമ്പോഴും വേണ്ടുന്ന എല്ലാവിധ ആധുനിക സൗകര്യങ്ങൾ എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല. എംപയർ കോളേജ് ഓഫ് സയൻസ്, മൂടാർ, കുറ്റിപ്പുറം, മലപ്പുറം.